കോൺസെൻട്രേഷനിൽ ഞാൻ ഇരുന്നിട്ട് കുത്തിരുന്നിട്ട് വായിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറ്റണതൊക്കെ ഞാൻ പോയിന്റ്സ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോകും അതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ലവ്യ ബേബിക്ക് വേണ്ടിയിട്ടാട്ടോ. അവളാണെങ്കിൽ കുനികുന്തം പറയണ പോലെ തുള്ളലും ചാടലും അതൊക്കെയാണ്. അപ്പോൾ എല്ലാ പിള്ളേരും അമ്മമാരും അച്ഛന്മാരും ജസ്റ്റ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ബേബി റെയിൽ പ്രൊട്ടക്ടറാണ് ബെഡിൻ്റെ അവിടെ വെക്കണത് കേട്ടോ. അപ്പോൾ അതുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വക ഒരു ആവശ്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെല്ലാവരും അവൻ്റെ ചുറ്റായിരുന്നു. രണ്ടാമത് നമ്മുടെ ലവ് ഉണ്ടായതിനു ശേഷം അതിൻ്റെ പിന്നാലെ നടക്കലാണ് എല്ലാവരുടെ പണി. പിന്നെ ഞാനാണെങ്കിൽ ഓരോ കാര്യങ്ങളും എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളുടെ ചില സമയത്ത് നമ്മൾ തലോണൊക്കെ വെച്ചിട്ടാട്ടോ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ലവിൽ മത്സ്യകന്യകയായിട്ടാണ് ഇപ്പോൾ പുറപ്പാട്. അവൾ നീന്തി നടക്കലാട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ ഫുഡും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ മേടിക്കുന്നതല്ലേ, ഇങ്ങനെ ഒരു ഉപകാരമുള്ള ഒരു കാര്യം മേടിക്കാമെന്ന് ചോദിച്ചിട്ടോ. എന്തെങ്കിലും നമ്മളുടെ ഒരു ശ്രദ്ധ തെറ്റിയിട്ടൊന്നും ഉണ്ടാവണ്ട വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഇവളാണെങ്കിൽ അടിയിൽ കിടത്താനും സമയക്കില്ല. അത് വന്നിട്ട് ചാടലും മറയിലും ഒക്കെ കേട്ടോ. ഇതാകുമ്പോൾ നല്ല ഹെൽപ്ഫുൾ ആണ്. നമുക്കാണെങ്കിൽ ആ സംഭവം അടിയിലേക്ക് ആക്കാനും മേലേക്ക് ആക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് ലിങ്ക് വേണമെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ലിങ്ക് ഇട്ടാൽ മതി.